ബ്രിട്ടീഷ് പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ ബഡ്ജറ്റ് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല. ബഡ്ജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. രാജ്യത്ത് കാർഷിക മേഖല നേരിടുന്ന അവഗണനയ്ക്കെതിരെ നഗരത്തിൽ പ്രതിഷേധം അലയടിക്കുന്നതിനിടെയായിരുന്നു ധനമന്ത്രി റേച്ചൽ റീവ്സ് തന്റെ ബജറ്റ് അവതരിപ്പിച്ചത്. Well, we need to see what comes out of it. Hopefully they wake up a little bit and realise how much it's going to affect us, because if it weren't going to affect us, we wouldn't be here. ശരത്കാല ബജറ്റ് 2025 പ്രധാന നികുതി നിർദ്ദേശങ്ങൾ ഇവയാണ്. വ്യക്തിഗത നികുതി പരിധി മരവിപ്പിക്കൽ 2031 അവസാനം വരെ നീട്ടി. ഇതോടെ 7,80,000 ആളുകൾ കൂടി നികുതിദായകരാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. വർഷത്തിൽ 2,000 യൂറോയിൽ കൂടുതലുള്ള സാലറി സാക്രിഫൈഡ് പെൻഷൻ സംഭാവനകൾക്ക് 2029 ഏപ്രിൽ മുതൽ നാഷണൽ ഇൻഷുറൻസ് ഇളവ് ലഭിക്കില്ല. 2 യൂറോ മില്യണിലധികം വിലയുള്ള ആഡംബര വസ്തുക്കൾക്ക് 2028 മുതൽ കൗൺസിൽ ടാക്സ് സർചാർജ് ഏർപ്പെടുത്തും. 2028 മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുതിയ മൈലേജ് നികുതി ഏർപ്പെടുത്തും. And not just by the type of car they own, by introducing the electric vehicle excise duty on electric cars. This will be payable each year alongside vehicle excise duty at 3p per mile for electric cars and 1.5p for plug-in hybrids. കോർപ്പറേറ്റ് നികുതിയിലെ റൈറ്റിംഗ് ഡൗൺ അലവൻസ് പ്രധാന നിരക്ക് കുറയും. പ്രോപ്പർട്ടി, സേവിംഗ് വരുമാനം, ഡിവിഡൻഡുകൾ എന്നിവയുടെ നികുതി നിരക്കുകൾ 2% പോയിന്റ് വർദ്ധിപ്പിക്കും. ഇന്ധന തീരുവയിലെ ഇളവ് 2026 വരെ തുടരും. അതിനുശേഷം ഘട്ടം ഘട്ടമായി പിൻവലിക്കും. എംപ്ലോയി ഓണർഷിപ്പ് ട്രസ്റ്റുകൾക്കുള്ള വിറ്റഴിക്കലുകൾക്ക് മൂലധന നേട്ട നികുതി ഇളവ് കുറയ്ക്കും. ചൂതാട്ട നികുതിയിൽ റിമോട്ട് ഗെയിമിംഗ് ഡ്യൂട്ടി 21% നിന്നും 40%, ഓൺലൈൻ വാതുവെപ്പ് ഡ്യൂട്ടി 15% നിന്നും 25% വർദ്ധിപ്പിച്ചു. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ഒഴിവു സമയ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്ക് സ്ഥിരമായി കുറഞ്ഞ നികുതി നിരക്കുകൾ ഏർപ്പെടുത്തും. 2027 ഏപ്രിൽ മുതൽ 20,000 യൂറോ വാർഷിക ISA പരിധി നിലനിൽക്കും. എന്നാൽ 8,000 യൂറോ നിക്ഷേപത്തിനായി നീക്കിവെക്കണം. 65 വയസ്സിന് മുകളിലുള്ളവരെ ഈ മാറ്റം ബാധിക്കില്ല.